പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, സിയോൻ പ്രയാണികളെ നമുക്കിഹവാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായെന്തൊരാനന്ദം. ഓ മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായെന്തൊരാനന്ദം. പോകേണമൊരു നാൾ, പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ക്രൂശിൽ മരണ ഭീതി തകർത്ത നാഥൻ മുൻ ചെല്ലുന്നതിനാൽ, ക്രൂശിൽ മരണ ഭീതി തകർത്ത നാഥൻ മുൻ ചെല്ലുന്നതിനാൽ, പിൻപേ നാം പോകാം ഈ മോക്ഷയാത്ര അതിവേഗം തീർന്നിടും. ഓ പിൻപേ നാം പോകാം ഈ മോക്ഷയാത്ര അതിവേഗം തീർന്നിടും. പോകേണമൊരു നാൾ, പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകേണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ.
കാഴ്ചയായി നാം സ്തോത്രം പാടിടൂ. വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. തന്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ കർത്താവേ നന്ദിയുള്ളവരായി ഈ സമയമായിരിക്കുകയാണ്. കർത്താവേ, വേർപാട് ഞങ്ങൾക്ക് ദുഃഖകരമാണ് എങ്കിലും അവിടുത്തെ സന്നിധിയോട് അങ്ങേക്ക് പ്രിയദാസിയെ വിളിച്ചു ചേർക്കുവാൻ പ്രസാദം തോന്നിയതിനാൽ പ്രത്യാശയുടെ ആ ശുഭ തുറമുഖത്ത് അങ്ങയുടെ ദാസി ദൈവനാമ മഹത്വത്തിന് കാരണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശാനിർഭരമായ സ്തോത്രം, ശക്തമായ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവേ ഇന്ന് പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. എല്ലാ ശുശ്രൂഷയെയും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വളരെ പ്രാർത്ഥന നിർഭരമായ, ശാന്തി നിർഭരമായ ഹല്ലേലൂയ ഒരു അന്തരീക്ഷം കർത്താവേ ഞങ്ങൾക്ക് ഇവിടെ നൽകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സാന്നിധ്യത്തെ തൊട്ടറിയുവാൻ, രുചിച്ചറിയുവാൻ കർത്താവെ ഇടയാക്കുമാറാകണം. ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ഹല്ലേലൂയ കർത്താവെ പ്രത്യാശയാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Though trials should come, let this blessed assurance control that Christ hath regarded my helpless estate and has shed his own blood for my soul. It is well with my soul. It is well with my soul. My sin, know the bliss of this glorious thought. My sin not in power, but the whole is nailed to the cross, and the bill will no more. Praise the Lord, oh my soul. It is well with my soul. It is well with my soul. You cause my feet not to stumble. You cause my heart not to fear. You cause the work of my hand to prosper. I am near, and you keep saying peace.
out from beneath me. She raised me up and gave me so much love that I cannot even begin to describe. She literally raised me up. I have a treasure trove of life experiences that she gave me. I wish I was there to look at her one last time and feel the sense of security that she always made me feel. I wish I was there to experience her warmth for one last time. I always felt I was her favorite grandson because that's how she made me feel every single time. I can feel all my cousins protesting. But if she made you feel the same way, that's how wonderful she was. She was a beautiful woman who blessed me with her prayers and affection. She always gave and gave and gave and gave. She knew her Savior and had almost memorized the Bible. My childhood was peppered with instructions followed by Bible verses. What a blessing that was. I can go on for ages, but I can't say much more. And I don't have any words to translate this ache in my heart right now. All I can say is, I love you, Amachi, and I will miss you always. Amachi, since I was young, she was like a second mother after mom to me. So സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചതിനായ സ്തോത്രം. ഒറ്റച്ചേരൽ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ദൈവത്തെ അന്വേഷിച്ച ഒരു പൂർണ്ണ കുടുംബമായിരുന്നു. യേശു പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും മർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് ഒരു മകൻ സ്നാനപ്പെട്ടപ്പോൾ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, പരസ്യപ്പെടുത്തി അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അപ്പച്ചൻ പോയി പറഞ്ഞു, ഒരു 3 മാസത്തെ സമയം തന്നാൽ ഞാൻ മടക്കി കൊണ്ടുവരാം.
എന്നാൽ 3 മാസം തികയുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ ആ മാതാപിതാക്കളെ ദൈവം സഹായിച്ചു. അതേ തുടർന്ന് പൂർണ്ണമായിട്ട് ആ 8 മക്കളും അവരുടെ കുടുംബങ്ങളും ദൈവസന്നിധിയിൽ വേർപെട്ട് ആരാധിക്കാനിടയായി. ഞാനന്ന് മർദ്ദമായിൽ ഇവർക്ക് ആരാധിച്ചു പോരുകയായിരുന്നു. എന്നാൽ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുവൈറ്റിൽ കടന്നിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ദിവസത്തിലായി. നമുക്കൊക്കെ ഈ വേർപാട് വളരെ ദുഃഖം ഉളവാക്കുന്നെങ്കിലും ഞാൻ പ്രിയം വെച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നല്ല വാർദ്ധക്യത്തിൽ നല്ല ആരോഗ്യത്തോടും വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണങ്ങൾ അല്പം ഉണ്ടെങ്കിലും ഓർമ്മയോടെ കാഴ്ചശക്തിയോടെ എല്ലാവരോടും സംസാരിക്കാനുള്ള നല്ല മെച്ചൂരിറ്റിയുടെ ഇത്രയും കാലം ജീവിപ്പാൻ ദൈവകൃപ കൊടുത്തു. ഇത്രയും ഒരു ആയുസ് ജീവിച്ച ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. അത് ദൈവത്തെ സേവിച്ചതിനാൽ മാത്രമായിരിക്കാം. ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ അമ്മയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനങ്ങൾ 3 വല്യപ്പച്ചന്മാരുടെ ഭവനങ്ങൾ അടുത്തടുത്തായിരുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് ഈ ഭവനമായിട്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു അമ്മച്ചി. എന്നാൽ ആ ഭവനത്തിൻ്റെ വിളക്കായിരുന്നു. അനുഭവിച്ച കഷ്ടങ്ങളും ക്ലേശങ്ങൾക്കും ഒക്കെ ഉപരി കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ അവരുടെ കൊച്ചുമക്കളുടെ ഒക്കെ ഉന്നതിയും അഭിവൃദ്ധിയും ദൈവസന്നിധിയിൽ അവരെല്ലാം ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കുന്നത് കണ്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഈ അമ്മച്ചിക്ക് അപ്പച്ചൻ നേരത്തെ നിത്യയിൽ ചേർക്കപ്പെട്ടു. കർത്താവ് വീണ്ടും ഈ കർത്താവ്ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അന്ന് അമ്മച്ചിയെ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സമയത്ത് ചുരുക്കുന്നു. 7 വർഷങ്ങൾ അമ്മച്ചിയോടൊപ്പം ചെലവഴിപ്പാൻ എൻ്റെ ജീവിതത്തിൽ